മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സൗഖ്യവും ഒഴുകിയിറങ്ങുന്ന നഴ്സസ് ടൈമിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു ജോലി സമ്പാദനത്തിന് വേണ്ടിയിട്ടാണ് നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുത്തെങ്കിലും നഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിലൂടെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞതിന് ശേഷം കർത്താവിന് വേണ്ടി വളരെ തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്ന കുറച്ച് മെയിൽ നഴ്സസിനെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് ജോമി. ഞാൻ 3 വർഷമായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നു. വൈഫ് അനില, അവൾ നാട്ടിലാണ്. പിന്നെ അപ്പച്ചനും അമ്മച്ചും നാട്ടിലാണ്. എൻ്റെ പേര് മിൻഡോ. ഞാൻ 4 വർഷമായി ദുബായിൽ ജോലി ചെയ്യുന്നു. വൈഫ് ദീപ്തി നേഴ്സാണ്. ഞങ്ങളുടെ കുടുംബമായി താമസിക്കുന്നു. നാട്ടിലെ വീട് തൃശ്ശൂരാണ്. എൻ്റെ പേര് എൽദോ. ഞാൻ ദുബായിൽ 3.5 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. വൈഫ് ആഷ്നി മാതാപിതാക്കളോടൊപ്പം നാട്ടിലാണ്. പിന്നെ ജോമി ഈ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് എങ്ങനെയാണ് വന്നത്? ഞാൻ വളരെ അവിചാരിതമായിട്ടായിരുന്നു നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് കടന്നത്. കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയത്ത്, ജോലി ഇല്ലാതിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ഇങ്ങനെ നഴ്സിംഗ് മേഖലയിലേക്ക് കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒത്തിരി പേര് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഈ നഴ്സിംഗ് പ്രൊഫഷനിൽ ഒത്തിരി സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ നഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ വെച്ച് പോയി പഠിച്ചു. അതിനുശേഷം ഞാൻ ബോംബെയിൽ കുറച്ചാൾ വർക്ക് ചെയ്തു. അങ്ങനെ ബോംബെയിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടേക്കൊരു ഇൻ്റർവ്യൂ കിട്ടി ഇങ്ങോട്ട് വരുന്നത്. മിൻഡോ എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക്? അത് നഴ്സിംഗ് പ്രൊഫഷൻ സെലക്ട് ചെയ്തത് ഞാൻ തന്നെയാണ്. പക്ഷേ എങ്ങനെയെങ്കിലും യൂറോപ്പിൽ പോകാം എന്നൊരു ആഗ്രഹത്തോടുകൂടിയാണ് നഴ്സിംഗ് പ്രൊഫഷൻ സെലക്ട് ചെയ്തത്. ഓക്കെ. ഞാൻ മിൻഡോ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഒരു മെയിൽ നേഴ്സ് ഞാനിങ്ങനെ വളരെ ചുരുക്കം പേരെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ സ്വന്തം ഇഷ്ടത്തോടെയാണ് വന്നതെന്ന്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ സ്വന്തം ഇഷ്ടത്തോടെ അല്ല കേട്ടോ വന്നത്. ഞാൻ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നത്. ഞാൻ ബാംഗ്ലൂരാണ് പോയി പഠിച്ചത്. അപ്പോൾ അതിനുശേഷം കുറച്ച് നാൾ നാട്ടിൽ വന്ന് പിന്നെയും ഞാൻ ഈ പ്രൊഫഷൻ വിട്ട് മാറാമെന്നുള്ളൊരു ചിന്തയിലൊക്കെ കുറച്ച് നാൾ ഇരുന്നു. ഒരു 2-3 മാസമൊക്കെ രജിസ്ട്രേഷൻ്റെയും അതും ഇതൊക്കെ പേര് പറഞ്ഞ് തള്ളി നീക്കി ഇതിന് പോവാതെ. പക്ഷേ ഗുജറാത്തിൽ നിന്ന് ഞങ്ങളുടെ തന്നെ അയൽപക്കത്തെ ഒരു സഹോദരി പറയുകയുണ്ടായി ഇങ്ങോട്ട് വന്ന് ജോലി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ട് അവിടെയാണ് ഞാൻ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത്. അതിനുശേഷം അവിടെ വർക്ക് ചെയ്തു. പിന്നെ ഇവിടെ എത്തിച്ചേരുമായിരുന്നു. ദുബായിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എത്തിച്ചേരുമായിരുന്നു. പിന്നെ ഈ ഒരു നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു നഴ്സസ് മിനിസ്ട്രി ഉണ്ടെന്ന് നാട്ടിൽ വെച്ച് ജോമിക്ക് അറിയാമായിരുന്നു? ഇല്ല, നാട്ടിൽ വെച്ച് അറിയത്തില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ ഫ്രണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട് വഴി ഈ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് വരുന്നത്. അവൻ നഴ്സസ് മിനിസ്ട്രി സജീവ പ്രവർത്തനമായിരുന്നു. അപ്പോൾ അവനെ വിളിക്കുക, എല്ലാ ശനിയാഴ്ചയും വിളിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ ശനിയാഴ്ച വൈകിട്ടാണ് ഇവിടെ പ്രോഗ്രാം. നഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നഴ്സസ് മിനിസ്ട്രിയിലേക്ക് ഞാൻ ആദ്യമായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ ആദ്യത്തൊക്കെ കുറച്ചാൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവിടെ ചേച്ചിമാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ മെയിൽ നഴ്സുമാർ വളരെ കുറവായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെ വരാനായിട്ടും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് പതുക്കെ എല്ലാ പ്രാവശ്യം വരും. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നീട് വരാതിരിക്കുമ്പോഴും ചെറിയ ബുദ്ധിമുട്ട്. കാരണം വന്നില്ലല്ലോ, കണ്ടില്ലല്ലോ, അങ്ങനെ ഒരു വിഷമം ഉള്ളിലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒത്തിരി ഇപ്പോൾ 3 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നഴ്സസ് മിനിസ്ട്രിയിൽ സജീവമായിട്ട് പങ്കെടുക്കും. മിൻഡോ വന്നപ്പോൾ തന്നെ നഴ്സസ് മിനിസ്ട്രിയെ പറ്റി അറിയാമായിരുന്നു? ഇല്ല, എനിക്കറിയില്ലായിരുന്നു. ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു സീനിയർ കൊളീഗാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ നഴ്സസ് മിനിസ്ട്രി. ആള് എത്ര വർഷമായിട്ടുണ്ടായിരുന്നു ഇവിടെ? അപ്പോൾ ആള് ഏകദേശം 1.5 ഇയർ തൊട്ട് നഴ്സസ് മിനിസ്ട്രിയിൽ സജീവമായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യമായി വരുന്നത് നമ്മുടെ സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള ജമാലിലാണ് ആദ്യമായിട്ട് വരുന്നത്.
മാതാവിൻ്റെ അഖണ്ഡ ജപമാല, എല്ലാ നഴ്സുമാരും 24 മണിക്കൂറും ജപമാല ചൊല്ലി മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ലേ, ലോകമെമ്പാടുള്ള നഴ്സുമാർക്ക് വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ മിൻറ്റോ പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു ഇത് എന്തായത്, ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ പള്ളിയുണ്ട് എന്നൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഏത് പള്ളിയിൽ പോവും, എപ്പോൾ പോവും, അങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒപ്പം തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി വന്നിട്ട്, ആ ചേച്ചി നേഴ്സസ് മിനിസ്ട്രിയിൽ സജീവമായിട്ട് പോകുന്നയാളായിരുന്നു. എന്നെ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് അവരുടെ സ്വന്തം വാഹനത്തിൽ എല്ലാ ശനിയാഴ്ചയും വളരെ സ്നേഹത്തോടെ വിളിക്കും. വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വിളിക്കും, ശനിയാഴ്ച അവധിയാണോ, വരില്ലേ, എന്ത് വരണോട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇവർക്ക് എന്താണ് ഇതിൽ നിന്നൊരു ബെനിഫിറ്റ്. പിന്നെ ഞാൻ മടി കാണിച്ചിരുന്നു, കാരണം ചിലപ്പോഴൊക്കെയാണ് ഈ വെള്ളിയാഴ്ച അവധി കിട്ടുള്ളൂ. വെള്ളിയാഴ്ച അവധി കിട്ടിക്കഴിഞ്ഞാൽ ശനിയാഴ്ച നമുക്ക് ഓരോ കാര്യങ്ങളുണ്ടാവും, ഓരോ ഒഴിവുകളൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളി നീക്കിയായിരുന്നു. പക്ഷേ എന്താ എന്നറിയില്ല, അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ആദ്യം പോയെങ്കിലും പിന്നീട് ഇപ്പോൾ ഈ ജോമി പറയുന്ന പോലെ തന്നെ വളരെ ഒരു സ്നേഹം നമുക്ക് അനുഭവപ്പെട്ടു. ആദ്യമൊക്കെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് വളരെ ചുരുക്കം മെയിൽ നേഴ്സസ്മാരെ ഉണ്ടായിരുന്നു, ജോമിനെയൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ കൈ ഉയർത്തിയൊക്കെ സ്തുതിക്കാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ജാളി. നമ്മൾ കൈ ഉയർത്തുന്നത് ഒരു കുറച്ചിലാണോ, പുറകേക്ക് ആൾക്കാർ കാണില്ല, അങ്ങനെയൊക്കെ എന്തോ ഒരു, ഞാൻ അവിടെ യാന്ത്രികമായിട്ട് കൈ ഉയർത്തുന്നതല്ലാതെ സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥിക്കാനോ അങ്ങനെ ഒരു ഫീല് വരുന്നില്ലായിരുന്നു ശരിക്കും പറഞ്ഞു. അതിനുശേഷം പിന്നീട് റുട്ടീനായിട്ട് വന്നുകൊണ്ടിരുന്നു. പിന്നെ ശനിയാഴ്ചകളിൽ വന്നു സ്വതന്ത്രമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ. ഇപ്പോൾ ജോലിയിൽ ഒത്തിരി ടെൻഷനായിരുന്നു. ആദ്യം ദുബായ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ നിയമങ്ങൾ ഭയങ്കര ഇതാണ്. അപ്പോൾ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ അപ്പോൾ ഭയങ്കരമായ ഒരു ഭാരവും പേറിക്കൊണ്ടാണ് വന്നത്. ജോലി കിട്ടിയ ഒരു സന്തോഷം ഉണ്ടെങ്കിലും ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റുമോ, പറഞ്ഞു വിടുമോ, അങ്ങനെ ഒത്തിരി പേടിയായിരുന്നു ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ നേഴ്സസ് മിനിസ്ട്രി വന്നിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളെല്ലാ നഴ്സുമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റു നഴ്സുമാരും നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, അത് പറഞ്ഞപ്പോഴാണ് ശരിക്കും ഇത് 2 കോടി നഴ്സുമാർക്കാണ് ഈ നേഴ്സസ് മിനിസ്ട്രിയുടെ ലക്ഷ്യം തന്നെ എന്ന് പറയുന്നത്. 2 കോടി നഴ്സുമാർ വിശുദ്ധരാവുക, അവരുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്. ആദ്യം കേട്ടപ്പോൾ നമുക്ക് ചെറിയ മണ്ടത്തരമായിട്ട് തോന്നിയിരിക്കും ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം നമ്മൾ മലയാളികൾ മാത്രമേ ഉള്ളൂ, വളരെ ചെറിയ കൂട്ടായ്മ, 2 കോടി നഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷെ പിന്നീടൊക്കെ ഈ ശാലോമിൻ്റെ ഒക്കെ വളർച്ച കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളതൊരു ആ മോട്ടീവ്, അതൊരു വലിയൊരു മോട്ടീവ് തന്നെയാണ് അതിൻ്റെ. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് നമുക്ക് സാധിക്കുമെന്നുള്ളൊരു വലിയ ബോധ്യം. കാരണം ഇപ്പോൾ ഒത്തിരി രാജ്യങ്ങളിൽ നേഴ്സസ് മിനിസ്ട്രി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മിൻറ്റോന് ഇതുപോലെ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നിട്ട് പ്രൊഫഷണൽ ലൈഫിലോ അല്ലെങ്കിൽ ഫാമിലി ലൈഫിലോ എന്തെങ്കിലും ഒരു മാറ്റം ഫീൽ ചെയ്തത്? എനിക്ക് പ്രധാനമായും എൻ്റെ പ്രൊഫഷണൽ ലൈഫിലാണ് എനിക്ക് മാറ്റം വന്നിട്ടുള്ളത്. ഞാൻ ആംബുലൻസ് എമർജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും എമർജൻസി കേസുകളാണ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കൊരു പേഷ്യൻറ്റിനെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരുപാട് സ്നേഹത്തോടെ അല്ല ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. ഇങ്ങനെ നേഴ്സസ് മിനിസ്ട്രിയിൽ ഡേ ബൈ ഡേ വന്നതിന് ശേഷം വളരെ ചിരിച്ചുകൊണ്ട് രോഗിയുടെ വേദന അവർ മനസ്സ് മനസ്സിലാക്കി പെരുമാറാൻ സാധിക്കാറുണ്ട്. അത് ഒത്തിരി നഴ്സുമാർ പറയാറുണ്ട് തന്നെ. കാരണം ഈ നമ്മൾ ആദ്യമൊക്കെ ഒത്തിരി നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഒത്തിരി നഴ്സുമാരുണ്ട്. പക്ഷേ അവരൊക്കെ മെഡിസിൻ കൊടുക്കുക അല്ലെങ്കിൽ വൈറ്റൽസ് ചെക്ക് ചെയ്യുക മാത്രമേ ഉള്ളൂ. അവരുടെ ഒരു സന്തോഷത്തോടെ സംസാരിക്കുകയോ അല്ലെങ്കിൽ ചിരിച്ച് കാണിക്കുക അങ്ങനെയൊന്നും കാണത്തില്ലായിരുന്നു. പിന്നീട് ഇങ്ങനെ ഈ നേഴ്സസ് മിനിസ്ട്രി സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒത്തിരി പേര് അവരുടെ അനുഭവങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മരുന്നിനേക്കാൾ ഉപരിയായിട്ടൊരു യേശുവിൻ്റെ സ്നേഹം അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ അവരിൽ കാണും. ചില ആൾക്കാരൊക്കെ നമ്മൾ കാണാം, പലരും ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടി വർക്ക് ചെയ്യുന്നവരൊക്കെ നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ അവരോട് കുറച്ച് സന്തോഷത്തോടെ സംസാരിച്ചാൽ വരുമ്പോൾ ഒത്തിരി മാറ്റം, മരുന്നിനേക്കാൾ അധികമായിട്ട് ഒരു ചെറിയ മാറ്റം അവരിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, നമ്മളിവിടെ ഒത്തിരി ടെൻസ്ഡാണ്, ജോലിയുടെ ഭാരമുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെയൊക്കെ എല്ലാം ഒരു ചെറിയ കുടുംബമായിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇപ്പോൾ മിൻറ്റോനെ തന്നെ അറിയാം, മിൻറ്റോൻ്റെ വൈഫ് മിൻറ്റോയാണ് ഇവിടെ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഫാമിലി ആയിട്ട് താമസിക്കുന്നവർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഹസ്ബൻഡ്, വൈഫ്, പിന്നെ 1-2 കുട്ടികൾ. പക്ഷേ നമുക്ക് നാട്ടിൽ നിന്ന് അവരൊക്കെ നോക്കാൻ ആരെങ്കിലും കൊണ്ടുവന്ന് നിർത്തുക, ചിലപ്പോൾ നമ്മുടെ ജോലിയിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് നമുക്ക് എല്ലാം കൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ സാമ്പത്തികമായ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടങ്ങളിൽ
ഞാൻ ആലോചിക്കാറുണ്ട് ഈ ചേച്ചിമാർ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനും പിന്നെ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താനും പിന്നെ അവരുടെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ എങ്ങനെ ഇവർക്ക് സമയം കിട്ടുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനൊരു ചേച്ചിയോട് ഇങ്ങനെ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ചേച്ചി നിങ്ങൾക്ക് ഇപ്പം ഞാൻ ബാച്ചിലറായിട്ടിരുന്നിട്ട് എനിക്ക് പോകാൻ മടി, 2 മണിക്കൂർ അവിടെ പ്രയറിന് പോകുമ്പോൾ ഞാൻ ഒത്തിരി ഒഴിവുകൾ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയ ചേച്ചി തന്നെ പറഞ്ഞു, എന്തോ അത് നമ്മളത് സ്നേഹത്തോടെ ഏറ്റെടുക്കാത്തതുകൊണ്ടാണ് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. നമ്മളതൊരു സ്നേഹമായിട്ട് യേശുവിൻ്റെ ഒരു കരുതലായിട്ട് നമ്മളത് എടുക്കുകയാണെങ്കിൽ നമുക്കത് ജീവിതത്തിൽ ഒത്തിരി മാറ്റമുണ്ട്. എൻ്റെ തന്നെ ഒരു കൊച്ചനുഭവം പറയാമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി എന്നോട് പറയായിരുന്നു, ഞാനിവിടെ വന്നപ്പോൾ 2 കുട്ടികൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ആയി, അതിൻ്റെ ബുദ്ധിമുട്ട് വന്നു. പക്ഷേ ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്ന് ഒട്ടും വിട്ടു നിൽക്കാൻ തന്നെ താല്പര്യപ്പെട്ടില്ല. കാരണം കുട്ടികളുടെ കാര്യം മക്കളെ തന്നത് ദൈവമാണ്. അപ്പോൾ ദൈവം അവരുടെ കാര്യത്തിൽ ഒരു കരുതലുണ്ട്. അപ്പം ഞാൻ ആദ്യമൊക്കെ പോകുമ്പോൾ 2 കുട്ടികളെയും കൂട്ടിയിട്ട് പോകുമായിരുന്നു. അവരവിടെ ചെന്ന് ഒച്ച ഉണ്ടാക്കിക്കോട്ടെ, എന്തുണ്ടാക്കിക്കോട്ടെ, പക്ഷേ കുഴപ്പമില്ല. അവിടെ ഒത്തിരി സഹോദരിമാർ ഇപ്പോൾ കുട്ടികളെ എടുത്ത് സഹായിക്കും. അപ്പോൾ ഹസ്ബൻഡിന് ഇപ്പോൾ അന്ന് വരാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നു, ജോലി കഴിഞ്ഞ് വരുമ്പോൾ വൈകും. അപ്പോൾ വീട്ടിലൊരു മെയ്ഡിനെ വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിലൊക്കെ ആ ചേച്ചി 2 കുട്ടികളെയും കൊണ്ട് ഇതിന് വന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കതൊരു ഇൻസ്പിറേഷനായിട്ട് മാറി. കാരണം അവരത്രയും ബുദ്ധിമുട്ടി ജോലി ചെയ്തിട്ട് വന്നിട്ട് പിന്നെ ഇതിന് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ എന്നായി. അങ്ങനെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ് എന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത്. എനിക്കിപ്പോൾ ഇപ്പോഴത്തെ യുവതലമുറ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ദൈവത്തെക്കാൾ ഉപരി മറ്റു കാര്യങ്ങളാണ്. ഇന്നത്തെ യുവാക്കൾ അല്ലെങ്കിൽ യുവതലമുറ കൂടുതൽ സന്തോഷത്തിന് പിന്നാലെ പോകുന്നു. ചിലപ്പോൾ മദ്യത്തിലായിരിക്കാം, സോഷ്യൽ മീഡിയയിലായിരിക്കാം, ചില ആൾക്കാർ പിക്നിക്കിന് പോകുന്നതായിരിക്കാം. പക്ഷേ എല്ലാത്തിൻ്റെ അവസാനം ആർക്കും യഥാർത്ഥമായൊരു സന്തോഷം ലഭിക്കുന്നില്ല. ബട്ട് യഥാർത്ഥമായ സന്തോഷം ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കി ക്രിസ്തീയപരമായ ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന സന്തോഷം ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അവർ സന്തോഷത്തിന് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത്, സമാധാനത്തിന് വേണ്ടി എല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ അവർ കണ്ടെത്തേണ്ടത് അത് ക്രിസ്തു എന്നുള്ള യഥാർത്ഥ സന്തോഷമാണ് കണ്ടെത്തേണ്ടത്. ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞ മാതിരി ക്രിസ്തുവാണ് യഥാർത്ഥ സന്തോഷം എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും അത് അവർക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു സത്യമാണ്. കാരണം പലപ്പോഴും പല യുവജനങ്ങളും സന്തോഷം കണ്ടെത്തുന്നത് പലപ്പോഴും സിനിമ കണ്ടോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ പുറകെ പോയോ മറ്റ് മാർഗങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഒത്തിരി ഈ യുവതലമുറ ഒത്തിരി വഴിതെറ്റിക്കപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നേഴ്സസ് മിനിസ്ട്രി പോലുള്ള സംഘടനകൾ ഒത്തിരി ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. അവരെ കൂടുതലായിട്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് ഒത്തിരി സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ തന്നെ എൻ്റെ തന്നെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം ചെറിയ രീതിയിലൊക്കെ മദ്യപിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെയുള്ള സ്വഭാവങ്ങളിലുള്ള ചെറിയ വൈകൃതങ്ങൾ മാറിപ്പോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അങ്ങനെയുള്ള പ്രാർത്ഥന വരുമ്പോൾ ഞാൻ ആദ്യം ഒരു ചെറിയൊരു ഇത് കാണിക്കുമായിരുന്നു, ദൈവമേ ഇനി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ ചെറുതായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു, ചെറുതായിട്ടൊക്കെ വല്ലപ്പോഴൊക്കെ ഫ്രണ്ട്സിനൊപ്പം കൂടുമ്പോൾ ആ ഒരു കമ്പനിയിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരിക്കും സന്തോഷം. വെറുതെ ഇതിനോട് കൂടുതൽ നമ്മൾ ആ സമയത്ത് ശക്തമായി സ്തുതിച്ചാൽ ഇതങ്ങ് മാറിപ്പോയാലോ, ഇത് സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ സ്ഥിരമായി പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കി അതിൽ യഥാർത്ഥമായ ഒരു സന്തോഷം ശരിക്കില്ല. നമുക്ക് കുറച്ച് നേരത്തേക്ക് തോന്നുന്ന ഒരു സന്തോഷമുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു ഭാരവും ഹാങ് ഓവറും, പിന്നെ പിറ്റേ ദിവസം അതിൻ്റേതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ, നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുന്നു. പിന്നെ ഞാൻ ഇതിന് പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതുമായ കാര്യത്തിൽ ഒരു സമാനത ഉണ്ടെങ്കിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുകയുള്ളൂ, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം ഏറ്റെടുക്കുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായതിനെ തുടർന്ന് ഞാൻ വിചാരിച്ചു ഇതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു ഘടകമാണ്. അപ്പോൾ വിവാഹത്തിന് തയ്യാറെടുക്കുന്നതിനോടനുബന്ധിച്ച് ഞാൻ ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയായിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് മനസ്സിലായി അത് തന്നെയായിരുന്നു നല്ലത്. കാരണം എന്നെ വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, മദ്യപിക്കാത്ത അല്ലെങ്കിൽ പുകവലിക്കാത്ത അങ്ങനെ ദൂഷ്യമായിട്ട് ഉള്ള പ്രവൃത്തികളൊന്നും ചെയ്യാത്ത ഒരാളായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് സത്യസന്ധതയോടുകൂടി അവിടെ പറയാൻ പറ്റി, അന്നേരം ഇതൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റി. അല്ലെങ്കിൽ നമ്മൾ കള്ളത്തരം പറഞ്ഞിട്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ യുവതലമുറ ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ആയിരിക്കുന്നത് സോഷ്യൽ മീഡിയ. അതെ, ശരിയാണ്. ജോമി പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലാണ് ഇന്നത്തെ യുവാക്കളും യുവതികളും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ. കാരണം നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല നമ്മൾ എത്രത്തോളം ടൈം നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതെന്ന്. കാരണം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെക്നോളജിയൊക്കെ നമ്മൾ കൂടുതലും ദൈവികപരമായ കാര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യണം. കാരണം നമുക്കറിയാം ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും, ഇപ്പോൾ നമ്മുടെ നേഴ്സസ് ടൈം ആയാൽ തന്നെ നമുക്ക് യൂട്യൂബിൽ അവർ ലൈവ് തരുന്നുണ്ട്, നമ്മുടെ എപ്പിസോഡ്സ് കാണാൻ പറ്റുന്നുണ്ട്.
അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ ടെക്നോളജി ദൈവപരമായ കാര്യത്തിൽ യൂസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നേഴ്സസ് മിനിസ്ട്രിക്ക് തന്നെ ഒത്തിരി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ പലപ്പോഴും പലരും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ വചനങ്ങൾ ഷെയർ ചെയ്യുന്നു, നല്ല നല്ല മെസ്സേജുകൾ ഷെയർ ചെയ്യുന്നു. നമുക്ക് മറ്റുള്ളവർക്കൊരു മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയകൾ, ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി ഈ ദൈവികപരമായ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അതിനോടനുബന്ധമായ വാർത്തകൾ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് ഒത്തിരി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഗ്രൂപ്പുകളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് നേഴ്സസ് മിനിസ്ട്രിയിലെ ഗ്രൂപ്പുകൾ കൊണ്ട് ഞാൻ അതിൽ 1-2 ഗ്രൂപ്പുകളിൽ ഞാനും ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുകളിൽ എനിക്ക് കാണാൻ പറ്റും ഓരോരുത്തരും ഓരോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുമ്പോൾ അനേകരാണ് പല ഭാഗത്തു നിന്ന്. ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി പലരും പ്രാർത്ഥിക്കുമ്പോൾ 2-3 പേര് എൻ്റെ നാമത്തിൽ ഒന്നിച്ചു ചേരുമ്പോൾ അവരുടെ മധ്യം ഞാനുണ്ടെന്ന് പറയുന്ന ആ കർത്താവിൻ്റെ വചനമാണ് അവിടെ ശക്തമായിട്ട് വരുന്നത്. 2-3 പേര് പല ഭാഗങ്ങളിലായിട്ടും അല്ലെങ്കിൽ ഒന്നിച്ചിരുന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആ ഒരു കാര്യം സാധിച്ചു. പിന്നെ ഒരു 1-2 ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ തന്നെ തിരിച്ച് അവരുടെ ജീവിത സാക്ഷ്യമായിട്ട് ഇടുവാണ്. പക്ഷെ അത് അനേകം പേരിലേക്ക് അത് ഇറങ്ങി ചെല്ലുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഒരു പേർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അറിയുന്നില്ല നിന്നെ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഗ്രൂപ്പിലുള്ളവരെ പരസ്പരം അറിയണമെന്നില്ല, എങ്കിൽ തന്നെയും അവർക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അതും ഒരു സ്നേഹമാണെന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഓരോ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നമ്മൾ ചിലപ്പോൾ എല്ലാവരും ഒന്നും ഇതുപോലെ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചേക്കാം. നമ്മുടെ പേഴ്സണൽ കാര്യം എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നവരായിരിക്കില്ല. പക്ഷേ എന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ചില അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ച് അതിലിടുമ്പോൾ ഞാനും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ചില കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വളരെ ആത്മാർത്ഥതയോടെ എനിക്കത് പറയാൻ പറ്റും. ഇതൊക്കെ ആണെങ്കിലും ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഭരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. കാരണം നമ്മുടെ വിശുദ്ധ കുർബാനയുടെ സമയം, ജപമാല ചൊല്ലുന്ന സമയം, നമ്മുടെ കൂട്ടായ്മയുടെ സമയം, ഇതൊന്നും സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകാതിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ശരിയാണ് മിൻറ്റോ. ഇപ്പോൾ തന്നെ സന്ധ്യാസമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഇപ്പോൾ യുവാക്കളിൽ കണ്ടുവരുന്ന ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് സന്ധ്യയിൽ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വീടിൻ്റെ താഴെയുള്ള ചെറിയ ഗ്യാങ്ങുകളുടെ ഗ്രൂപ്പുകളിൽ എന്നാൽ അവരവിടെ പോയിട്ട് പരസ്പരം സംസാരിക്കുന്ന പോലുമില്ല. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകളിലൂടെയാണ് സന്ദേശങ്ങൾ കൈമാറുന്നത്. പണ്ടൊക്കെ നമ്മുടെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു, മാതാപിതാക്കൾ മക്കളെ വിളിച്ചിരുത്തിയിട്ട് സന്ധ്യയാകുമ്പോൾ അതിനൊരു ഫിക്സഡ് ടൈമുണ്ട്, ആ സമയത്ത് നമ്മൾ കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. അതൊക്കെ ഒരു നല്ലൊരു ഫീലാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ആ മേഖലകളിലേക്കും കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളിലും നമ്മുടെ കുടുംബാംഗങ്ങളിലും ഒക്കെ അതൊരു വലിയ മാറ്റം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ദൈവത്തെ അറിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് കൂടുതൽ അറിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു മാറ്റമായിട്ടെടുത്ത് നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുക, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ആത്മാക്കളെ നേടുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിൽ നിന്ന് വിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെയാണെങ്കിലും വൈകുന്നേരം ഞങ്ങളുടെ ഡ്യൂട്ടി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടി ഞങ്ങൾ വൈകുന്നേരം വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള ദിവസങ്ങളിൽ കഴിവതും ജപമാല ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ചൊല്ലാൻ പറ്റാറുണ്ട്. ഞാനും ജോമിയൊക്കെ ഒരു റൂമിലാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ചൊല്ലാൻ പറ്റാറുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ലൊരു എനർജി കിട്ടുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് തന്നെ, കുടുംബ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും അതിൻ്റേതായ ഒരു പവറുണ്ട്. ഞാനാണ് കുടുംബമായി താമസിക്കുന്നു. ഞങ്ങളുടെ ചിലപ്പോൾ ഷിഫ്റ്റ് വ്യത്യാസം വന്ന് ഞങ്ങൾ ഒരുമിച്ചുണ്ടാവാറില്ല. പക്ഷേ ഞങ്ങൾ വൈകിട്ട് ഉള്ള ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ആ ദിവസങ്ങൾ കിട്ടുന്ന ഒരു ഫീൽ തികച്ചും വ്യത്യസ്തമാണ്. മിൻറ്റോ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഫാമിലി നാട്ടിലാണെങ്കിൽ തന്നെ നമുക്ക് സ്കൈപ്പ് വഴി ഇപ്പോൾ കണ്ട് സംസാരിക്കാം. അതെ അതെ, ഇപ്പോൾ ഈ കണ്ട് സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിക്കാനായിട്ട് ഈ സ്കൈപ്പ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ വീഡിയോ കോൺഫറൻസ് കോളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒത്തിരി ഇങ്ങനത്തെ കുറച്ച് മീഡിയകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾ ഇങ്ങനത്തെ ഒത്തിരി നല്ല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെ, ജോമി പറഞ്ഞത് വളരെ ശരിയാണ്. ഒരുപാട് ആൾക്കാർ ഫാമിലി സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നു. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ അവരായിട്ട് ഈ സ്കൈപ്പ് വഴിയും അങ്ങനെ വേറെ ആപ്ലിക്കേഷൻസ് വഴിയും നമ്മൾ ഡെയിലി അവരായിട്ട് കണ്ട് സംസാരിക്കാറുണ്ട്. നമ്മളത് ദൈവത്തിൻ്റെ ഒരു കാര്യത്തിനായി നമ്മൾ ആ സ്കൈപ്പ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ അത് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് ഒരുമിച്ച്
ഒരുമിച്ചിരുന്ന് മിൻറ്റു പറയുന്ന പോലെ ഞാനിപ്പോൾ ഇട ദിവസങ്ങളിൽ ഇപ്പോൾ ഞാൻ ജോമിയൊക്കെ ഒരുമിച്ച് അവധി കിട്ടാത്ത ദിവസങ്ങളിൽ ചില വൈകുന്നേരങ്ങളിൽ വീട്ടിൽ വിളിക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രാർത്ഥനയുടെ സമയം അവൾ ആദ്യം ഹോസ്റ്റലിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ റൂമിൽ അങ്ങനെ ഒരു ജപമാല ചൊല്ലുന്ന ഒരു ഗണത്തിൽപ്പെട്ട കുട്ടികളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവൾ എന്നെ വിളിക്കുമായിരുന്നു. ജപമാല ഞങ്ങൾ ഒരുമിച്ച് സ്കൈപ്പിലൂടെ ചൊല്ലിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്കൊരു ഒരുമിച്ച് ഒരേ ഇടത്തിൽ നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ. ഒത്തിരി നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് തിരുവചനം നമ്മുടെ ജീവിതത്തിൽ അതൊരു വിളക്കാണ്. അത് നമ്മുടെ നേർവഴിക്ക് നടത്തുന്ന ഒരു പാതയാണ്, പ്രകാശത്തിൻ്റെ ഒരു വഴിയാണ്. നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വാതിലാണ് ഈ തിരുവചനം. തിരുവചനത്തിൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരമുണ്ട്. നമ്മൾ സങ്കീർത്തനങ്ങളിൽ നോക്കുകയാണെങ്കിൽ ദാവീദ് വളരെ സങ്കടത്തോടു കൂടി പാപത്തിൽ നശിച്ചു പോയി എന്ന് കരുതിയിരിക്കുന്ന അവസരത്തിൽ അവൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി ആ സങ്കീർത്തനങ്ങൾ മൊത്തം വായിക്കുകയാണെങ്കിൽ 51-ാം സങ്കീർത്തനമൊക്കെ വായിക്കുകയാണെങ്കിൽ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ ആ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ വായിക്കുമ്പോൾ തന്നെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് രോഗങ്ങളിൽ സൗഖ്യം ഉണ്ടാകുന്നുണ്ട്. വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന വചനമാകുന്ന ക്രിസ്തു. അപ്പോൾ വചനമാകുന്ന ക്രിസ്തുവാണ് അവർക്ക് സൗഖ്യം നൽകുന്നത്. അപ്പോൾ ആ വചനമാകുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഒത്തിരി സൗഖ്യം തരുന്നുണ്ട്. ഈ സൗഖ്യമാകുന്ന വചനം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളിൽ മാത്രം ഒതുക്കി നിർത്താതെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രോഗികളിലേക്കും കൂടി നമുക്ക് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് വലിയ വചനപ്രഘോഷണമോ മറ്റോ നടത്തണമെന്നില്ല ഹോസ്പിറ്റലിലും. മറിച്ച് നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് അവരുടെ വചനത്തിലൂടെ വചനം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിൽ പറഞ്ഞിട്ട് നമുക്ക് അവരെ സൗഖ്യപ്പെടുത്താനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ്. അത് ഒരു സെനാരിയോ ഞാൻ പറയാം. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു കാർഡിയാക് അറസ്റ്റിന് വേണ്ടി റെസ്പോണ്ട് ചെയ്തു. ഞങ്ങൾ 3 പേരാണ് ആദ്യം റെസ്പോണ്ട് ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അഡീഷണൽ ബാക്കപ്പ് വന്നു. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ കുറച്ച് സമയം കിട്ടി. അപ്പോൾ ഞാനൊരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ രോഗി നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു. ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ വഴി കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് മിൻറ്റു പറഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ക്രാഷ് കോളൊക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ പറയാം അല്ലെങ്കിൽ ഒരു ത്രിത്വസ്തുതിയൊക്കെ ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാവുന്നതാണ്. അപ്പോൾ ഒത്തിരി പേരുടെ പ്രാർത്ഥന ഒത്തിരി പേര് കാണുന്നതാണ്. ഒത്തിരി പേരുടെ പ്രാർത്ഥന ചിലപ്പോൾ രോഗിയെ രക്ഷിക്കാനായിട്ട് സാധിക്കും. ശരിയാണ്, തീർച്ചയായും. മിൻറ്റോ പറഞ്ഞ ഈ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു രോഗിക്ക് സൗഖ്യം കൊടുക്കുവാൻ വേണ്ടി യേശു നിയോഗിച്ചൊരു മാലാഖയാണ് മിൻറ്റോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ നേഴ്സുമാരായ എല്ലാവരും നമ്മൾ എല്ലാ രോഗികൾക്കും വേണ്ടി നമ്മുടെ അടുത്തൂടെ കടന്നു പോകുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്കൊരു സമ്മാനം തരും. ആ സമ്മാനം എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ സൗഖ്യമായിരിക്കും. അതുപോലെ തന്നെ നഴ്സസ് മിനിസ്ട്രിയിലുള്ളൊരു സഹോദരി ഒരു അനുഭവം പറയുകയുണ്ടായി. ഡോക്ടർമാർ സർജറിക്ക് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിരുന്ന ഒരു പേഷ്യൻറ്റ്, പക്ഷേ സർജറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആ പേഷ്യൻറ്റിലുണ്ടായിരുന്നു. പക്ഷേ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന കണക്ക് അവർ വേറെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൂടെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു സമയത്ത് ആദ്യത്തെ ആ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഒത്തിരി സർജറി ഒഴിവാക്കാനാവാത്തൊരു സാഹചര്യമെന്ന് പറഞ്ഞു. അപ്പോൾ ആ നേഴ്സ് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു സഹോദരൻ ഇവിടെ വലിയ ജോലിയൊന്നുമല്ല ചെയ്യുന്നത്, വളരെ ചെറിയൊരു ജോലിയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്നും അങ്ങനെ ഒരു സൗകര്യങ്ങളൊന്നും സർജറിക്ക് വേണ്ട പൈസ അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആ മകൻ്റെ കണ്ണുകളിൽ ശരിക്കും പറഞ്ഞാൽ ആ മകൻ കരയുമായിരുന്നു. പക്ഷേ കണ്ണുനീര് പുറത്ത് വരുന്നില്ലെന്നുള്ളൂ. ആ മകൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ആ മകൻ്റെ ഉള്ളിൽ ആ ഭീതിയും ഭയവും ഒക്കെ കൂടി. നാട്ടിൽ നിന്ന് ആരുമില്ല, വീട്ടിൽ നിന്ന് വിട്ടു വെക്കുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ ആ ചേച്ചി ചെന്നിട്ട് ആ മകൻ്റെ തലയിൽ കൈവച്ചിട്ട് ആ മകന് വേണ്ടി പ്രാർത്ഥിച്ച് അതിനുശേഷം ഒത്തിരി നഴ്സുമാർക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു മകനുണ്ട്. വളരെ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു യുവാവാണ്. ആ യുവാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം ഡോക്ടർമാർ വന്ന് വേറെ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് കൂടെ നടത്തിയതിന് ശേഷം ആ രോഗിക്ക് സർജറി നമുക്ക് ഒഴിവാക്കാം, നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് നോക്കാം, അതിനുശേഷം നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം 1 മാസം കഴിഞ്ഞ് ഞാൻ ആ രോഗിയെ കാണാനിടയായി. ആ രോഗി പറഞ്ഞു അതിനുശേഷം അദ്ദേഹം നാട്ടിൽ പോയായിരുന്നു, ലീവ് എടുത്ത് നാട്ടിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ആ മകൻ വന്നിട്ട് പറയുണ്ടായി, നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സൗഖ്യം കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം അത്രയ്ക്ക് നല്ലൊരു സ്നേഹത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്.
ആ ചേച്ചി അന്ന് തലയിൽ കൈവച്ചപ്പോൾ ആ ചേച്ചി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് എനിക്ക് അന്നേരം മനസ്സിലായില്ല. പക്ഷേ അതിന് ശേഷം ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയതിന് ശേഷം ഞാൻ നാട്ടിൽ പോയി എല്ലാം കഴിഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ആ ചേച്ചി എൻ്റെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷെ അതെനിക്ക് ഒത്തിരി സൗഖ്യം തന്നു. ഞാനത് അദ്ദേഹം എന്നോടത് പറയുകയുണ്ടായി. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പം ഞാൻ ആദ്യം ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇതിലെന്തെങ്കിലും ഉണ്ടോ, നമുക്ക് അങ്ങനെ ഒരു അഭിഷേകം ഉണ്ടോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് അങ്ങനെ ഒരു സിദ്ധി ഉണ്ടോ. പക്ഷെ ആ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നമുക്കിപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും നമുക്കൊന്ന് പുഞ്ചിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഒരു പുഞ്ചിരി നമുക്ക് പേഷ്യൻറ്റിന് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഒത്തിരി സന്തോഷം, ഒരു സമാധാനവും പേഷ്യൻസിന് കിട്ടും. കാരണം ഇപ്പോൾ നമുക്ക് പലപ്പോഴും ഒരു വചന പ്രഘോഷണമോ അല്ലെങ്കിൽ ഒരു വലിയ സംസാരമോ അതൊന്നും നമുക്ക് ചിലപ്പോൾ നമ്മുടെ ബിസി ടൈമിൽ നമുക്ക് സാധിച്ചു വരത്തില്ല. അപ്പോൾ നമ്മുടെ ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു ചിരി അവർക്ക് സമ്മാനിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ആശ്വാസം കിട്ടുന്ന രോഗികൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ അബുദാബിയിലുള്ള ഒരു മെയിൽ നേഴ്സിൻ്റെ അനുഭവം ഞാൻ കേട്ടു. ആരും പ്രാർത്ഥിക്കാനില്ലാത്ത വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ ആ സഹോദരൻ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവാനുഗ്രഹത്താൽ ആ രോഗി 2 ദിവസത്തിനുള്ളിൽ എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചു. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവം പ്രവർത്തിച്ചുള്ളൂ. ഈ പുഞ്ചിരിയുടെ ഒരു അനുഭവം പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ രോഗിയുമായിട്ടല്ല, നമ്മുടെ ഒപ്പം തന്നെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ ഇടയിൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്രീ ആയിരുന്നു. ഒരനുഭവം ഞാൻ പറയാം. ഞാൻ വളരെ ഫ്രീ ആയിരിക്കുന്ന ഒരു അവസരമായിരുന്നു. ഫയലുകളൊന്നുമില്ലാതെ ഞാൻ വളരെ ഇരിക്കുമ്പോൾ ഒരു സിസ്റ്റർ വന്ന് എന്നോടൊരു സഹായം ചോദിച്ചു. 1-2 പ്രാവശ്യം ഞാൻ ആ സഹായം ചെയ്തു. അതിനുശേഷം വീണ്ടും അതേ സെയിം സഹായം തന്നെ വീണ്ടും നമ്മുടെ ഷിഫ്റ്റ് തീരാറായി, നമ്മൾ എങ്ങനെയെങ്കിലും നിർത്തി പോകാമെന്നുള്ള ആ ഒരു അവസരത്തിലിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ വീണ്ടും അതേ ഫയലുകൾ കൊണ്ടുവച്ചിട്ട് ഇതൊന്ന് മടക്കി തിരിച്ചയക്കാമോ എന്ന് ചോദിച്ചു വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എവിടെന്നാണെന്നറിയില്ല, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് ഞാൻ ആ സിസ്റ്ററിനോട് പറ്റത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് തന്നെ പറഞ്ഞു. അതിനുശേഷം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കതൊരു ഫീലായി, അവരതൊരു വിഷയമായിട്ടെടുത്ത് അവർ ഷൗട്ട് ചെയ്തു. ഞാൻ ഷൗട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ അവരോട് പറഞ്ഞു എനിക്കത് തീരെ പറ്റത്തില്ല, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ധിക്കാര ഭാവത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കാൻ പറ്റില്ലാത്ത കാരണം ഞാൻ അവിടെ നിന്നാൽ ചെയ്യേണ്ടി വരുമോ എന്ന് കരുതിയിട്ട് ഞാനത് മാറി നിന്നു അവിടെ നിന്ന്. അപ്പോൾ മാറി നിന്നതിന് ശേഷം ഞാൻ അപ്പുറം പോയി. അപ്പോൾ എൻ്റെ മനസ്സ് ഞാനിങ്ങനെ നിന്ന് ദേഷ്യം കൊണ്ട് ഞാനിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ കുറച്ച് പതുക്കെ ആ ദേഷ്യം കുറഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു അയ്യോ എനിക്കത് ചെയ്യാമായിരുന്നു. പക്ഷേ ഞാനത് പോയി പറയാൻ എൻ്റെ ഈഗോ അന്നേരം എന്നെ സമ്മതിച്ചില്ല. ഞാൻ തോറ്റു കൊടുക്കുന്നത് ശരിയല്ല, അവരുടെ അല്ലേ മിസ്റ്റേക്ക്, ഞാൻ എന്ത് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫീൽ എൻ്റെ ഉള്ളിൽ എന്നെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ തോറ്റു കൊടുത്തില്ല. ഞാൻ അന്ന് വീട്ടിൽ പോയി ഞാനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനിരിക്കാൻ നേരത്ത് ഇതേ ചിന്ത, അതേ സിറ്റുവേഷൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അന്ന് വചനം കേൾക്കാൻ പോയപ്പോഴും ഇത് തന്നെ, കൂട്ടായ്മയുടെ വചനം കേൾക്കാൻ പോയപ്പോൾ ഈ ഒരു ഭാഗം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. അതെൻ്റെ ഉള്ളിൽ എന്നെ ഇങ്ങനെ ഒത്തിരി വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. നമുക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇനി ഞാനിതിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ സുവിശേഷപ്പെട്ടിയിൽ നിന്ന് വചനം എടുത്തു നോക്കി. അപ്പോൾ പറഞ്ഞു ക്ഷമിക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായപ്പോൾ പിന്നെ ക്ഷമ പറയണം, വചനം എടുത്തു, അതിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്, ക്ഷമിക്കണം. പിന്നെ പിറ്റേ ദിവസം ഞാൻ രാത്രി തയ്യാറെടുപ്പായിരുന്നു. കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചു എൻ്റെ ആയിരുന്നു തെറ്റ്, എനിക്കത് ചെയ്യാമായിരുന്നു, എനിക്ക് സമയമുണ്ടായിരുന്നു, സോറി. പക്ഷേ എങ്ങനെ പറയും, ഈഗോ പിന്നെയും സമ്മതിക്കുന്നില്ല. പക്ഷേ ജപമാല ചൊല്ലാൻ നേരത്ത് ഞാൻ ഈ ഒരു കാര്യം തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ഇടയ്ക്കൊക്കെ ജപമാല ചൊല്ലുമ്പോൾ ശ്രദ്ധ വിട്ടു പോകുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നിന്നും നടന്നും ഒക്കെ പ്രാർത്ഥിച്ച് ഈ ഒരു കാര്യം തന്നെ പ്രഷർ ചെയ്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ സിസ്റ്ററെ കാണാൻ ചെന്നു. അതിനുശേഷം കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നാൽ ഞാൻ വിചാരിച്ചു ഞാൻ പോയതല്ലേ, ഇനി പോകേണ്ട കാര്യമില്ല, അപ്പോൾ എൻ്റെ അത് ക്ഷമിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ പോയത് ആ സിസ്റ്റർ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഉച്ചയ്ക്ക് ഞാൻ അതിനെ കാണേണ്ടായി. അടുത്ത് ചെന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് എന്നെ കണ്ടപ്പോൾ അവരുടെ മുഖം വളരെ ദേഷ്യപ്പെട്ടിരുന്ന അവരുടെ മുഖം ഒരു ചിരിയാണ് അവരുടെ മുഖത്ത് വന്നത്. അപ്പോൾ തന്നെ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ എല്ലാ ഒരു വീർപ്പ് മുട്ടുന്നൊരവസ്ഥ അതങ്ങ് ഒഴിഞ്ഞിട്ട് ഞാൻ ആകെ അങ്ങ് ഫ്രീ ആയി. ഭയങ്കര ഒരു സന്തോഷം. ഞാൻ എന്തോ ചെയ്തതുപോലെ, എന്തോ നല്ലൊരു കാര്യം ചെയ്തൊരു സന്തോഷം, യഥാർത്ഥമായൊരു സന്തോഷം എന്താണെന്ന് എനിക്കൊന്ന് മനസ്സിലായി. അതിനുശേഷം
ഇതിനേക്കാളൊക്കെ ഉപരി അവിടെ കേട്ട് നിന്ന് 2 സിസ്റ്റർമാർക്ക് ഒരു അനുഭവം ഉണ്ടായി. അവർ പറഞ്ഞു, നീ എന്തിനാ ക്ഷമ പറഞ്ഞ, അവരുടെ അല്ലായിരുന്ന തെറ്റ്. അപ്പോൾ എനിക്കിങ്ങനെ അന്നേരം തോന്നിച്ചതാണ്, ആ തെറ്റാരുടെ ആയിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ അത് ആർക്ക് വേണമെങ്കിലും എനിക്ക് ചെയ്യാലോ. അത് ഞാൻ ചെയ്യാതിരിക്കുമ്പോഴല്ലേ ഞാൻ പാപം ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുമ്പോഴല്ലേ അത് കർത്താവിന് ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ അത് എൻ്റെ ഒരു തെറ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് ചെയ്യാമായിരുന്നു, അത് ഞാൻ ചെയ്യാൻ പറ്റിയില്ല, അതിന് ക്ഷമ ചോദിച്ചു. ഇനി ഞാനത് അങ്ങനെ ആവർത്തിക്കത്തില്ല എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റി. അത് ഒത്തിരി ഒരു പോസിറ്റീവ് എനർജി എനിക്ക് തന്നു കേട്ടോ. അതെ, നമ്മളെ കൂടുതൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളുടെ കൊളീഗ്സ് ആയിട്ടുള്ള ഒരു ബന്ധം നമുക്ക് വളരെ നന്നായി കൊണ്ടുപോകാൻ സാധിക്കുന്നു. ചില നമ്മുടെ ഈ ഹെക്ടിക് ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് മടുപ്പ് തോന്നുന്ന അവസ്ഥകളുണ്ട്. ആ സമയങ്ങളിലും നമുക്ക് ചിരിച്ചുകൊണ്ട് നമ്മുടെ ജോലി വളരെ ഈസി ആയിട്ട് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജോലിയിൽ നമുക്കൊരു കംഫോർട്ട്നെസ് ഫീൽ ചെയ്യും. നമ്മൾ പരസ്പരം ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ സംസാരിച്ച് വർക്ക് ചെയ്യുന്നവർ പരസ്പരം സംസാരിക്കാതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാൻ ഒരു മടി. നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ചുറ്റിക്കിറങ്ങിപ്പോയി വേറെ ആളോട് സംസാരിക്കുക, അതിനേക്കാളൊക്കെ ഒരു അവിടെ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു സ്നേഹം സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ജോലി മേഖലയിൽ വളരെ എളുപ്പമായിരിക്കും തന്നെയാണ്. അതുപോലെ തന്നെ ഈ നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിൽ ഒത്തിരി ഹാഫ് ഡേ പ്രോഗ്രാമുകളും കൺവെൻഷനുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഒത്തിരി നേഴ്സുമാർ കൂടിച്ചേരുന്നു, ഒത്തിരി പേര് കൂടിച്ചേരും. അപ്പോൾ ഒത്തിരി പേര് അവരവരുടെ അനുഭവങ്ങൾ, ഇപ്പോൾ നേഴ്സസ് ടൈമിലായാലും ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവരൊക്കെ ഈ നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ് ഇത്രയും അധികം സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട്, ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിലൂടെ നമുക്ക് ഒത്തിരിയേറെ നമുക്ക് രോഗികളിലേക്ക്, നമ്മുടെ സ്നേഹമായാലും രോഗികളിലേക്ക്, നമ്മുടെ കൊളീഗ്സിലേക്ക് ആയാലും നമുക്ക് ഒത്തിരി അടുക്കാനായിട്ട് സാധിക്കും. ദൈവിക സ്നേഹത്തിൽ അടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ അൽദ് പറഞ്ഞ മാതിരി കൊളീഗ്സിനോട് പോലെ തന്നെ പലപ്പോഴും നമ്മുടെ വാർഡുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന പല പേഷ്യൻസ് നമ്മൾ അനാവശ്യമായിട്ട്, ചിലപ്പോൾ നമ്മുടെ തെറ്റായിരിക്കില്ല, അവരുടെ വേദന കൊണ്ടോ മറ്റോ ദേഷ്യം കൊണ്ടോ ഒക്കെ ആയിരിക്കും നമ്മളോട് ചിലപ്പോൾ വളരെ മോശമായിട്ട് പെരുമാറുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അവരോട് ദേഷ്യപ്പെടാതെ, അവരോടൊന്ന് സ്നേഹത്തോടെ, ചിലപ്പോൾ അവരുടെ അവസ്ഥ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നമ്മുടെ തെറ്റല്ലായിരിക്കാം, എങ്കിൽ തന്നെയും നമ്മൾ ആ ദൈവിക സ്നേഹം അറിഞ്ഞ സ്ഥിതിക്ക് അവരോട് ക്ഷമിച്ച് ആ സ്നേഹത്തോടെ പുഞ്ചിരിയോടെ അവരോട് പെരുമാറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ആ ദേഷ്യം കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നേഴ്സ് സഹോദരങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും അവിടുത്തെ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുക, കഴിയുന്നിടത്തോളം വിശുദ്ധ കുർബാനയിൽ പോവുക, ദൈവത്തോട് കൂടെയായിരിക്കുക, ദിവ്യകാരുണ്യത്തോട് കൂടെയായിരിക്കുക. എന്നിട്ട് കർത്താവിൻ്റെ സ്നേഹവും കാരുണ്യവും സ്വീകരിച്ച് നിങ്ങൾ രോഗികളിലേക്ക് ഇറങ്ങി ചെല്ലുക. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അതുപോലെ തന്നെ നാം പലപ്പോഴും പല സുഖങ്ങളുടെ പിന്നാലെ പോകുകയാണ്. എന്നാൽ യഥാർത്ഥ സന്തോഷം അത് കണ്ടെത്തുക അത് ക്രിസ്തുവിൽ മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നപ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ സന്തോഷത്തിലേക്ക് കടന്നെത്തുക. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾക്ക് പിറകെ പോകാതെ ക്രിസ്തുവാകുന്ന യഥാർത്ഥ സന്തോഷം കണ്ടെത്തി കഴിയുമ്പോൾ ആ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് യഥാർത്ഥ ലക്ഷ്യം. അതാണ് നമ്മുടെ ഓരോരുത്തരും ലക്ഷ്യമായി തീരേണ്ടത്. ശ്രീ ബെന്നി പുന്നത്തറ നഴ്സസിന് എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധിയുള്ള മനുഷ്യരാണ് ദൈവത്തിൻ്റെ മഹത്വമെന്ന്. അതുപോലെ ഈ ഒരു നൂറ്റാണ്ടിൽ നമുക്ക് വേണ്ടത് യേശു വസിക്കുന്ന മനുഷ്യരാണ്. യേശു വസിക്കുന്ന ഒരു നഴ്സായി തീരുവാൻ, യേശു വസിക്കുന്ന ഒരു പിതാവായി തീരുവാൻ, യേശു വസിക്കുന്ന ഒരു മാതാവായി തീരുവാൻ, അതുമൂലം അനേകം പേരിലേക്ക് വിശുദ്ധി പകർന്നു കൊടുക്കുവാൻ, അനേക രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ, പ്രബലപ്പെടുത്തട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മധ്യസ്ഥം വഴി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാവട്ടെ, ഒരു വിശുദ്ധയാവട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.